തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15 വയസ്സുകാരൻ ആദിശേഖറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ ഏക പ്രതി. തിരുവനന്തപുരം 6ാം സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, എപ്പോഴാണ് വിധി ഉണ്ടാവുക? നിഷാദ, അല്പസമയത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിയോടുകൂടി തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയാണ് ഈ കേസിൽ വിധി പറയുക. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് ഈ കുടുംബത്തിന്റെ ആവശ്യവും. നമുക്കറിയാം, 2023 ഓഗസ്റ്റ് 30-നാണ് 10 വയസ്സുകാരനായിരുന്ന ആദിശേഖരനെ അവരുടെ ആദിശേഖരന്റെ ബന്ധു കൂടിയും അമ്മാവനായിരുന്ന പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവം നടക്കുന്നത് ഒരു വൈകിട്ടോടുകൂടിയാണ്. ആദിശേഖർ സൈക്കിളിൽ കയറാനായിട്ട് തുടങ്ങവേ കാറ് പിന്നിൽ നിന്ന് വന്ന് ആദിശേഖരനെ ഇടിച്ചിടുകയായിരുന്നു. പിന്നീട് ആദിശേഖരന്റെ ശരീരത്തിൽ കൂടി ഈ കാറ് കയറി ഇറങ്ങുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ കാറ് അബദ്ധത്തിൽ ഉരുണ്ട് നീങ്ങി കുട്ടിയെ ഈ ആദിശേഖരനെ ഇടിച്ചിട്ടതാണ് തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നീട് CCTV ദൃശ്യങ്ങളും അതുപോലെ ബന്ധുവിന്റെ ഒരു നിർണായകമായിട്ടുള്ള മൊഴിയൊക്കെ പുറത്തു വന്നതോടുകൂടിയാണ്, ഇതിനകത്ത് ഒരു ദൃക്സാക്ഷി മൊഴിയടക്കം പുറത്തു വന്നതോടുകൂടിയാണ് ഇത് ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് എന്നുള്ള വിവരം പുറം ലോകം അറിഞ്ഞത്. ഈ കേസിലെ പ്രതി പ്രിയരഞ്ജൻ ഒരു ക്ഷേത്രത്തിന്റെ മതിലിൽ മൂത്രമൊഴിച്ചത് ഈ അനന്തരവൻ 10 വയസ്സുകാരനായിട്ടുള്ള ആദിശേഖരൻ കാണുകയും ഇത് പ്രിയരഞ്ജനോട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിൽ ആദിശേഖരനോട് പ്രിയരഞ്ജന് വൈരാഗ്യമുണ്ടാവുകയും ഈ മുൻവൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് പ്രിയരഞ്ജൻ ആദിശേഖരനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് പോലീസ് തെളിയിച്ചത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബമടക്കം പ്രിയരഞ്ജനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതേസമയം പ്രിയരഞ്ജൻ പറയുന്നത് തന്റെ ഒരു പുതിയ വാഹനമായിരുന്നു, ഒരു ഇലക്ട്രിക് കാറായിരുന്നു, തനിക്ക് അതിന്റെ പ്രവർത്തന രീതി കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ അബദ്ധത്തിൽ കാറ് മുന്നോട്ട് ഉരുണ്ട് നീങ്ങി കുട്ടിയെ ഇടിച്ചിട്ടതാണ് എന്നുള്ള മൊഴിയാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ മറ്റ് CCTV ദൃശ്യങ്ങളും മറ്റ് സാക്ഷിമൊഴികളും അടക്കം പോലീസ് ശേഖരിച്ചുകൊണ്ട് ഈ കേസിൽ ഏക പ്രതി പ്രിയരഞ്ജനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. എന്തായാലും ആ കേസിലാണ് 2 വർഷത്തിനിപ്പുറം 2023 ഓഗസ്റ്റ് 30-ന് നടന്ന സംഭവത്തിൽ ഇപ്പോൾ 2 വർഷത്തിനിപ്പുറം വഞ്ചിയൂർ കോടതി വിധി പറയാൻ പോകുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യവും. എന്തായാലും അത് പരിഗണിച്ചുകൊണ്ട് ഈ CCTV ദൃശ്യങ്ങളും മറ്റ് സാക്ഷിമൊഴികളും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കോടതി വളരെ വിശദമായിട്ട് തന്നെ കാണുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ പ്രതിക്ക് ഒരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെ ബോധപൂർവമാണ് ആ 10 വയസ്സുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി വിധി പറയും. നിഷാ.